പശ്ചിമേഷ്യ വീണ്ടും വലിയ സംഘർഷത്തിന്റെ നിഴലിലേക്ക് നീങ്ങുകയാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ കൂടുതൽ രൂക്ഷമാകുന്ന സാഹചര്യമാണിപ്പോൾ നിലനിൽക്കുന്നത്. ഇറാനിലെ വിവിധ കേന്ദ്രങ്ങളിൽ വീണ്ടും ആക്രമണം നടന്നതായും അതിനു പിന്നാലെ കുവൈറ്റിലെ അമേരിക്കൻ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇറാൻ തിരിച്ചടി നൽകിയതായുമുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇറാൻ അമേരിക്ക സംഘർഷം സൈനിക രംഗത്ത് മാത്രമല്ല, ആഗോള സമ്പദ് വ്യവസ്ഥയിലും വലിയ പ്രതിഫലനമാണ് സൃഷ്ടിക്കുന്നത്. പ്രത്യേകിച്ച് ക്രൂഡ് ഓയിൽ വിപണിയിൽ വലിയ ചലനമാണ് ഉണ്ടായിരിക്കുന്നത്. സംഘർഷം രൂക്ഷമായതോടെ എണ്ണവില ഒറ്റ ദിവസം കൊണ്ട് 3% ഉയർന്നു. ബാരലിന് $78 മുകളിലേക്കാണ് എണ്ണവില ഉയരുന്നത്. ഇറാനിലെ സിറിക്, ജാസിക്, ബന്ദർ അബ്ബാസ് തുടങ്ങിയ മേഖലകളിലാണ് പുതിയ ആക്രമണങ്ങൾ നടന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ഹോർമൂസ് കടലിടുക്കിനെ ചുറ്റിപ്പറ്റിയുള്ള അധികാര തർക്കമാണ് നിലവിലെ സംഘർഷങ്ങളുടെ പ്രധാന കാരണം. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഗതാഗത പാതകളിലൊന്നാണ് ഹോർമൂസ് കടലിടുക്ക്. ആഗോള എണ്ണ വിതരണത്തിന്റെ വലിയൊരു ഭാഗം ഈ പാതയിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഹോർമൂസിലെ ഏത് പ്രതിസന്ധിയും ലോകവിപണിയെ നേരിട്ട് ബാധിക്കാറുണ്ട്. തങ്ങളുടെ അനുമതിയില്ലാതെ ഹോർമൂസിലൂടെ കപ്പലുകൾ കടന്നുപോകാൻ അനുവദിക്കില്ലെന്നാണ് ഇറാന്റെ നിലപാട്. എന്നാൽ കടലിടുക്കിലെ സ്വതന്ത്രമായ ഗതാഗതം ഉറപ്പാക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് അമേരിക്ക വ്യക്തമാക്കിയിട്ടുണ്ട്. ഹോർമൂസ് നിയന്ത്രിക്കാനുള്ള ഇറാന്റെ ശേഷി കുറയ്ക്കുകയാണ് അമേരിക്കയുടെ ലക്ഷ്യമെന്ന് വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ഇറാനിൽ വീണ്ടും ആക്രമണങ്ങൾ നടന്നത്. തുടർച്ചയായ ആക്രമണങ്ങളിൽ ഇറാനിലെ വൈദ്യുത ശൃംഖലയ്ക്ക് ഉൾപ്പെടെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായതായാണ് റിപ്പോർട്ടുകൾ. ഇതിന് മറുപടിയായാണ് ഇറാൻ കുവൈറ്റിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതെന്നാണ് വിവരം. അമേരിക്കയുടെ സൈനിക കേന്ദ്രം, മിസൈൽ ലോഞ്ചിംഗ് സംവിധാനം, എണ്ണ പരിവേഷണ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലാണ് ഇറാൻ ലക്ഷ്യമിട്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതേസമയം ഹോർമൂസ് കടലിടുക്ക് അടച്ചിട്ടില്ലെന്നും സാധാരണ വാണിജ്യ ഗതാഗതം തുടരുന്നുണ്ടെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടു. അമേരിക്കൻ സൈന്യം മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുന്നത് സുരക്ഷ ഉറപ്പാക്കാനാണെന്നും US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. എന്നാൽ മറുവശത്ത് ഹോർമൂസ് അടച്ചതായി ഇറാൻ പ്രഖ്യാപിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നു. അമേരിക്കയുടെ ഇടപെടൽ അവസാനിക്കുന്നതുവരെ കടലിടുക്ക് അടച്ചിടാനാണ് തീരുമാനമെന്നാണ് ഇറാന്റെ നിലപാട്. അനുമതിയില്ലാതെ പോകുന്ന കപ്പലുകൾക്കു നേരെ നടപടി സ്വീകരിക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. സമുദ്ര സുരക്ഷയ്ക്ക് ഭീഷണി സൃഷ്ടിച്ച ഒരു കപ്പലിനെ ആക്രമിക്കുകയും തടഞ്ഞു നിർത്തുകയും ചെയ്തതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അറിയിച്ചു. എന്നാൽ ഏത് കപ്പലിനാണ് ആക്രമിച്ചതെന്ന വിവരം പുറത്തു വന്നിട്ടില്ല. ഇതിനിടെ ഇറാനെതിരായ മൂന്നാം ഘട്ട ആക്രമണങ്ങൾ ആരംഭിച്ചതായി അമേരിക്കൻ സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഹോർമൂസിലൂടെ സ്വതന്ത്രമായി സഞ്ചരിക്കുന്ന വാണിജ്യ കപ്പലുകളെയും സാധാരണ നാവികരെയും സംരക്ഷിക്കാനാണ് ലക്ഷ്യമെന്നാണ് അമേരിക്ക വ്യക്തമാക്കുന്നത്. ഇതിനിടയിൽ ഇറാനിലെ പരമോന്നത നേതാവ് അലി ഖമനയുടെ മരണവുമായി ബന്ധപ്പെട്ടും വലിയ പ്രതികരണങ്ങൾ ഉയർന്നു വരികയാണ്. ഖമനയുടെ മകൻ മൊജ്തബ ഖമനായി പിതാവിന്റെ മരണത്തിന് പ്രതികാരം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചു. പിതാവിന്റെ രക്തത്തിന് പ്രതികാരം ചെയ്യുമെന്നായിരുന്നു മൊജ്തബ ഖമനയുടെ പ്രതികരണം. രാജതാൽപര്യം മുന്നിൽ നിർത്തിയാണ് ഈ പ്രതിജ്ഞ എടുക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇറാൻ ഇസ്രയേൽ സംയുക്ത ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അലി ഖമനയുടെ സംസ്കാരം അടുത്തിടെയാണ് പൂർത്തിയായത്. 7 ദിവസത്തെ ചടങ്ങുകൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന്റെ ജന്മനാടായ ഷിയ പുണ്യ നഗരമായ മഷീദയിൽ ഖബറടക്കം നടന്നത്. മഷീദയിലെ ഇമാം റിസ പള്ളിയിൽ നടന്ന ചടങ്ങുകളിൽ വൻ ജനപങ്കാളിത്തമാണ് ഉണ്ടായത്. ഇറാനും ഇറാഖും ഉൾപ്പെടെയുള്ള വിവിധ പ്രദേശങ്ങളിൽ നടന്ന വിലാപയാത്രകളിൽ ഏകദേശം 15 ലക്ഷത്തോളം പേർ പങ്കെടുത്തതായാണ് റിപ്പോർട്ടുകൾ. ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് ഇറാൻ അമേരിക്ക സംഘർഷം ഏത് ദിശയിലേക്കാണ് നീങ്ങുന്നതെന്നാണ്. ഹോർമൂസ് കടലിടുക്കിലെ സ്ഥിതി കൂടുതൽ വഷളായാൽ അത് ആഗോള എണ്ണ വിപണിയിലും അന്താരാഷ്ട്ര വ്യാപാരത്തിലും വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തൽ. പശ്ചിമേഷ്യയിലെ ഈ സംഘർഷം ഒരു വലിയ യുദ്ധത്തിലേക്ക് നീങ്ങുമോ അതോ നയതന്ത്ര ചർച്ചകളിലൂടെ പരിഹാരം കണ്ടെത്താനാകുമോ എന്നാണ് ഇനി നിർണായകമായ ചോദ്യം.